ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയപ്പോൾ ജില്ലാ ആശുപത്രിയുടെ നിന്ന് ലഭിച്ചിരുന്ന സേവനങ്ങൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന പരാതി. ഇപ്പോഴും എന്ത് എമർജൻസി കേസ് വന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന് പറയുന്നു. നമ്മളോടൊപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകർ കൂടിയുണ്ട്. എന്താണ് അടിയന്തരമായി ഉള്ള പ്രശ്നങ്ങൾ, പരിഹരിക്കേണ്ട പ്രശ്നം? വളരെയേറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മാനന്തവാടിയിൽ വയനാട് ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന സംവിധാനം നിലവിൽ വന്നത്. എന്നാൽ നിലവിൽ വന്ന സാഹചര്യം തൊട്ട് ഇന്നോളം മതിയായ ചികിത്സ ലഭിക്കുന്നതിനുള്ള യാതൊരു സൗകര്യവും ഈ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടില്ല എന്നത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാകരമായ കാര്യമാണ്. ദുരന്തങ്ങളുണ്ടായാൽ, മറ്റ് പ്രയാസങ്ങളുണ്ടായാൽ സാധാരണ ജനങ്ങൾ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്ന ഇവിടെ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മറ്റൊരു ദുരന്തത്തിന് പോലും ഇടയാക്കുന്ന വിധം അശാസ്ത്രീയമായി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഇവിടെ പ്രവർത്തനം നടക്കുന്നു. പുതിയ കെട്ടിടത്തെ പറ്റി ഒരുപാട് പരാതിയില്ല. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തികച്ചും തെറ്റായ രീതിയിൽ നടന്നു. ഇപ്പോൾ തന്നെ 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ആ കെട്ടിടം ഇപ്പോൾ തന്നെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതിൻ്റെ പകുതി ഭാഗങ്ങൾ പോലും പ്രയോജനപ്പെടുന്ന രീതിയിലല്ല ഉള്ളത്. കോടിക്കണക്കിന് രൂപ ദുർവ്യയം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പുതിയ കെട്ടിടത്തിലടക്കം ഉള്ളത്. ഈ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾ കോടതിയിലൊക്കെ പോയിട്ടാണല്ലോ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റി. 2021 ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ടാകുന്നത്. അതായത് ആസ്പിറേഷണൽ ജില്ലകളിലെ ജില്ലാ ആസ്പത്രികളെ മെഡിക്കൽ കോളേജ് ആക്കാനുള്ള ഒരു കേന്ദ്ര പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലാ ആസ്പത്രി മെഡിക്കൽ കോളേജ് ആക്കണം എന്നുള്ള ആവശ്യം വിട്ടുകൊണ്ട് ഞാൻ അടുത്ത ഒരു 10-14 മാനന്തവാടിയിലെ പൊതുപ്രവർത്തകർ ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കുകയും ആ കോടതി അതിനനുകൂലമായി വിധി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021 ഫെബ്രുവരി 12-ന് അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് 14-ാം തീയതി ഉദ്ഘാടനം നടത്തും. 12-ാം തീയതി ഓർഡറായി. ഫെബ്രുവരി 14-ാം തീയതി ഉദ്ഘാടനം നടന്നു. ബോർഡ് മാറ്റിവെച്ചു. പക്ഷേ ബോർഡ് മാറ്റിവെച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടായി? മാറ്റം എന്ന് പറഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലുള്ള അപേക്ഷ കേന്ദ്ര ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു. അത് റിജക്റ്റ് ചെയ്തതിന് അത് നിലവിലുള്ള MP-യും കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ വേണ്ട സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നു. അതുണ്ടായില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ പദ്ധതി വന്നില്ല. ഇപ്പോൾ എന്താണ്, ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ജില്ലാ ആസ്പത്രിയായിട്ടും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജായിട്ടും ദ്വിതല സംവിധാനം ഇവിടെ നടന്നു വരുന്നത്. രണ്ട് കൂട്ടരും തമ്മിൽ തർക്കവും ഈഗോയും. രണ്ട് കൂട്ടരും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. ജില്ലാ ആസ്പത്രിമാർ മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ചതോടെ ജില്ലാ ആസ്പത്രികൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഒറ്റയടിക്ക് അതിൻ്റെ എല്ലാ സഹായങ്ങളും നിർത്തി. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഇല്ല. ജില്ലാ പഞ്ചായത്ത് അന്ന് നിർത്തി. ഈ ഓർഡർ വന്ന പിന്നത്തെ മാസം മുതൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് നിർത്തി. എല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ എന്ത് പൊതു കാര്യങ്ങൾ വരണോ അതിന് രാഷ്ട്രീയമല്ലാതെ ഒരു പൊതു കാഴ്ചപ്പാടോടെ കാണുന്ന ഒരു നിലപാടില്ല. ഇതൊരു വയനാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രോഗികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താ? വിദഗ്ധ ചികിത്സ കൃത്യമായിട്ടുണ്ടോ? ഇപ്പോൾ വിദഗ്ധ ചികിത്സയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന മെഡിക്കൽ കോളേജാണ് വയനാട് മെഡിക്കൽ കോളേജ്. ഇവിടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവരെ പട്ടികവർഗ നിയോജക മണ്ഡലമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ട്രൈബൽ സപ്ലൈൻ്റെ അനവധി ഫണ്ടുകൾ ലഭിക്കും. ഇഷ്ടംപോലെ ഫണ്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് വേണ്ട വിധം ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരുപാട് പോരായ്മകളുണ്ട്. പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരിക്കുന്നതിന് പകരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിനെ രാഷ്ട്രീയമായിട്ട് ഊതിപ്പെരിപ്പിച്ച് എങ്ങനെ ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാം എന്നതാണ് രാഷ്ട്രീയ താല്പര്യം. മാനന്തവാടി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഓർക്കണം, കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സംഭവം വേറെ എവിടെയുമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിനകത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു അപകടം സംഭവിച്ചിട്ടും ആ പാവപ്പെട്ട സ്ത്രീയെ, ബിന്ദു എന്ന 52 വയസ്സുകാരിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ചെറുതല്ലാത്ത സന്ദേശമാണ്, വലിയ സന്ദേശമാണ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവനവൻ്റെ ജീവൻ അവനവൻ തന്നെ രക്ഷിക്കേണ്ട ചുമതല, ഓഡിറ്റ് ചെയ്യേണ്ട ചുമതല അവനവനിൽ വന്ന് ചേരുകയാണ്.